നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എങ്ങും എവിടെയും റാഫി തന്നെയാണ് താരം. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് കേട്ടോ. ഹൻസി ഫ്ലിക്ക പറയുന്നത് റാഫിഞ്ഞയുടെ മെൻറ്റാലിറ്റി അൺബിലീവബിൾ ആണ്. ആദ്യ ചാൻസ് അവൻ മിസ് ചെയ്തു, പക്ഷേ പിന്നീടുള്ളതൊക്കെ അവൻ ഗോളാക്കി മാറ്റി. ഞങ്ങൾക്ക് അവന് വേണം. അവൻ്റെ മെൻറ്റാലിറ്റി കളിക്കളത്തിൽ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നാണ് ഹൻസി ഫ്ലിക്ക് കളിക്ക് ശേഷം ബ്രസീലിയൻ സൂപ്പർ താരത്തെക്കുറിച്ച് പറഞ്ഞത്. കളി കഴിഞ്ഞിട്ട് റാഫിഞ്ഞ പറഞ്ഞ കാര്യമുണ്ട്. ഈ ജേഴ്സി അണിയുമ്പോഴുണ്ടല്ലോ, ബാഴ്സയുടെ ജേഴ്സി അണിയുമ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കിരീടം ചൂടുക എന്നുള്ളതാണ്. ആ കാര്യമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. വി ആർ ഡൂയിങ് എ ഗുഡ് ജോബ് എന്ന് റാഫിഞ്ഞയും ആവേശത്തോടു കൂടി പറയുന്നു. ഫൈനൽ മത്സരത്തിൽ റാഫിഞ്ഞയുടെ പ്രകടനം, 2 ഗോളുകൾ, ആ 2 ഗോളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 2 ഗോളുകൾ, 5 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു. അതിൽ 3 ഓൺ ടാർഗറ്റിലേക്ക്, ഒരു കീ പാസ് കൊടുത്തു. 25 പാസുകൾ കൊടുത്തതിൽ 21 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. 3 ഡ്യുവൽസ് വിൻ ചെയ്തു. 2 ടാക്കിളുകൾ അദ്ദേഹം നടത്തി. 9.6 അദ്ദേഹത്തിന് sofascore.com കൊടുത്ത റേറ്റിംഗ്. അല്ലെങ്കിലും റയൽ മാഡ്രിഡിനെതിരെ കളിക്കുമ്പോൾ റാഫി എന്നും ഇന്നും പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. 12 മത്സരങ്ങളിലാണ് അവൻ റയൽ മാഡ്രിഡിനെതിരെ കളിച്ചത്. അതിൽ 10 സ്റ്റാർട്ട് ചെയ്തപ്പോൾ 7 ഗോളുകളും 3 അസിസ്റ്റുകളും, അതായത് 10 ഗോൾ കോൺട്രിബ്യൂഷൻസ് റയലിനെതിരെ അവൻ നേടിയിട്ടുണ്ട്. ഓരോ 83 മിനിറ്റിലും റയലിനെതിരെ അവൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 37 ഷോട്ടുകളിൽ 18 ഓൺ ടാർഗറ്റിലേക്ക്. 4 ബിഗ് ചാൻസുകൾ അവൻ ഈ എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 29 കീ പാസുകൾ കൊടുത്തിട്ടുണ്ട്. യെസ്, ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, വേണമെങ്കിൽ എഴുതി വെച്ചോ, റാഫി തന്നെയാണ് താരം. എങ്ങും എവിടെയും റാഫി തന്നെ. വീഡിയോ അവസാനിക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.